പെൺപുലികളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആക്ച്വലി ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളാണ് മാമിന്റെ നമ്പർ തന്നത്. ആക്ച്വലി എന്നാണ് പേര്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്തിനാ ഇങ്ങനത്തെ ഊള തമാശകൾ പറയുന്നത്? ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ മാം പ്ലീസ്. ലെറ്റ് ദം പറയട്ടെ. ലെറ്റ് ദം ലെറ്റമോ അങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടില്ലല്ലോ എന്നല്ലേ? കുമ്പിടി മരിച്ചുപോയി എന്നൊക്കെ ഞാൻ അദൃശ്യം തന്നെ വരുന്നേ. ഞാൻ ഇപ്പോഴേ അത് മമ്മൂക്കതാ മുന്നിൽ വന്നിരിക്കുന്നു. വശീകരിക്കാനല്ല കാമുകനെ കാണുമ്പോ എനിക്ക് അങ്ങനത്തെ ഫീലാ വരുന്നത്. പൊസസീവ് ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ? അല്ല, കല്യാണം വിട്ട് പോയി ചോദിക്കും ഇവിടെ കൊണ്ടു, ഞാൻ അവളെയും കൊണ്ട് നടക്കുക. ഞാൻ പറയും ബാഗിലിട്ടുണ്ടോ ഇവിടെ. ഇത് ഞാനൊന്ന് ഫിക്സ് ചെയ്യും. ചാടട്ടെ, ഞാൻ ഓട്ടോ ഒന്ന് ചാടട്ടെ പ്ലീസ്. എനിക്ക് ഞാനെന്തോ പോലെയായി പോയി. വെൽക്കം ടു ഡ്രീം ലൂപ്പ് മീഡിയ പ്രസൻസ് മില്ലേനിയം സ്റ്റാർസ്. മില്ലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഷോയിൽ നമ്മൾ ആക്ച്വലി ടെലിവിഷനിലും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലും ഒക്കെ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത്തരത്തിൽ രണ്ടുപേരെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മിനി സ്ക്രീനിലൂടെ മലയാളികളെ ഒക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പെൺപുലികളാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ദൃശ്യ ആൻഡ് ജോത്സ്ന, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്നൊരു നല്ല വിശേഷം നടന്നു. നമുക്ക് പറയാമോ? അതായത് ഗൈസ്, ഇവര് ഇന്നൊരു ബമ്പർ അടിച്ചിട്ട് നേരെ ആ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഫസ്റ്റ് ആ ഒരു ഷോയിൽ ഒരു ചിരി ഇടിച്ചിരി ബമ്പർ സീരിയൽ നിങ്ങളാണോ ഫസ്റ്റ് ബമ്പർ അടിക്കുന്നത്? ഫസ്റ്റ് ബമ്പർ അല്ല, ഗോൾഡൻ ബമ്പർ. ഫസ്റ്റ് ഗോൾഡൻ ബമ്പർ അടിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ലേഡി പെയർ, അതായത് ലേഡീസിൽ ഏറ്റവും ആദ്യം അത് കഴിഞ്ഞിട്ട് 2 വർഷമായോ? പക്ഷേ ഇത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ആരും അടിച്ചിട്ടില്ല. നിങ്ങളുടെ ഇത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങള് ആക്ച്വലി നിങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഡൗൺസ് വരുന്ന ഒരു സമയം ഉണ്ടാവും. നമ്മളൊക്കെ ടെൻഷനിലൂടെ ഒക്കെ പോകുന്ന ഒരു സമയം വരും. ആ സമയം, അതായത് എന്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരുപാട് ടെൻഷൻ നിറഞ്ഞ സമയങ്ങൾ ഈസ് ആക്കി തന്ന രണ്ടുപേരാണ് നിങ്ങൾ. ഓക്കെ, അതായത് പേളി മണി റിമി ടോമി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിക്കാൻ ആര് വേണം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ദൃശ്യയും ജോത്സ്നയും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? നിങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയും. ആദ്യമായിട്ട് കണ്ടുമുട്ടിയെന്ന് പറയുമ്പോൾ മഴയിൽ മനോരമ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവള് വേറെ പേരിന്റെ കൂടെ വന്നു, ഞാൻ വേറെ പേരിന്റെ കൂടെ വന്നു. എന്റെ ആദ്യം തന്നെ പേരിന്റെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും സ്കിറ്റ് കളിച്ചു. പക്ഷെ അധികം ഷെഡ്യൂൾ ഇവര് വരുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നേരിട്ട് കുറച്ചധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവര് ഗ്യാപ്പ് ഇട്ടായിരുന്നു വരാറ്. പിന്നെ ഒരു ദിവസം നമ്മൾ സ്പെഷ്യലാന്ന് തോന്നുന്നു, ഒരു 300ാം സ്പെഷ്യൽ വന്നു. സ്പെഷ്യൽ വന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജുനൈസ് അല്ലേ, ജുനൈസിന്റെ ഒരു നമ്മളെ ബിഗ് ബോസിലൂടെ ജുനൈസിന്റെ വീഡിയോസ് റീൽസ് ഞാനും കാണും, ഇവളും കാണുമായിരുന്നേ. അങ്ങനെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഞങ്ങൾ രണ്ടുപേരും സെയിം വൈബ്. ഞാൻ ഇവളടുത്ത് ഇവര് എന്താണേ പറയുന്നേ അങ്ങനെ സംസാരിച്ചു. ഇവള് തിരിച്ചപ്പോ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഓൺ വോയിസിൽ ഒരു വീഡിയോ എടുത്തു, ഒരു റീലും എടുത്ത് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് കൊള്ളാം, ആള് തോന്നി. പക്ഷെ അന്ന് നമ്മൾ വേറെ പേരിന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ഓൾറെഡി വേറെ പേരുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റിയാൽ ഒരുമിച്ച് കളിക്കാൻ അന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് പോയി, സാധനങ്ങളുടെ അല്ല, പ്രസവിക്കാൻ പോയി. അങ്ങനെ പോയി തിരിച്ചു വരുമ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ സീസൺ 3 ആയി. അപ്പോൾ 1 വർഷം ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ആരെ കൂടെ സ്കിറ്റ് വെച്ചാൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ 2-3 പേരുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവളെ ആലോചിച്ചേ. അങ്ങനെ ഞങ്ങൾ വന്ന് അങ്ങനെ റീല് ആദ്യം 2-3 എടുത്ത്. അപ്പൊ അത് പ്രതീക്ഷിക്കാതെ നല്ല മ്യൂസിക് ആയില്ലേ. അങ്ങനെ സാഹചര്യവും
ദൈവവും നിങ്ങളും നിങ്ങളെ ഒന്നാക്കി. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ ഖേദിക്കുന്നു. താങ്കൾക്ക് ഖേദമുണ്ടോ? എനിക്ക് ഖേദിച്ചിട്ട് കാര്യമില്ല, പോകുന്നില്ലല്ലോ അത്. അതാ പ്രശ്നം. എല്ലാവരും ചോദിക്കും എവിടെ പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോകല്ലോ എന്നൊക്കെ. ഈ ഫോട്ടോസ് ഒക്കെ ഒരു മരണ വീട്ടിൽ പോയാൽ ആൾക്കാർ ചോദിക്കും എന്താണെന്നറിയോ, ഇവള് വന്നില്ലേ. ഞാൻ ഇവിടെ റിലേറ്റീവ്സ് അല്ല, കല്യാണ വീട്ടിൽ പോയി ചോദിക്കും ഇവിടെ കൊണ്ടു, ഞാൻ അവളെയും കൊണ്ട് നടക്കുക. ഞാൻ പറയും ബാഗിലിട്ടുണ്ടോണ്ടി വരും ഇവിടെ. ലാസ്റ്റ് ദേഷ്യം പിടിച്ചൊരു ദിവസം ഞാൻ വലിയ സംഭവം ഒരു ഫോട്ടോ കിട്ടുന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുവന്നില്ലേ, ഞാൻ പറഞ്ഞു ഇല്ല അവളോളെ വീട്ടിലുണ്ട്. ബീച്ചിൽ പോയാൽ ചോദിക്കും അവളെ കൊണ്ടുവന്നില്ലേ, ഞാനും ഹസ്ബൻഡും കുട്ടിയും പോകുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കും, എന്റെ അടുത്ത് സെയിം ക്വസ്റ്റ്യൻ, ഇവളെ കൊണ്ടുവന്നില്ലേ ഇവളെ കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ പറയില്ല വീട്ടിലുണ്ടെന്ന് പറയും. പിന്നെ തിരുത്താൻ പോവില്ല, ഇല്ലേ വീട്ടിലുണ്ട്. പല ആളുകൾക്ക് ഒരു വിചാരം നമ്മള് ചേച്ചി ആണ് അല്ലെങ്കിൽ കസിൻസ് ആണെന്നൊക്കെ. അതായത് അല്ല വേറെ കാര്യം എന്താ അറിയോ, ദൃശ്യ ജ്യോത്സ്ന എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ പേര് ഒരുമിച്ച് പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും, ഇതിൽ ആരാ ദൃശ്യ ആരാ ജ്യോത്സ്ന, അങ്ങനെ പ്രശ്നം പറ്റിയിട്ടില്ലേ? ഇപ്പോഴും പറ്റും. ഇന്നും പോതാ ഞങ്ങൾ വരുമ്പം ജോത്സ്ന എന്ന് പറഞ്ഞ ഇവിടെ വിളിക്കുന്നുണ്ട്, ദൃശ്യ എന്ന് പറഞ്ഞ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പെടന്നു ഇതിനൊക്കെ ദൃശ്യ ഞാൻ പ്രൊഫൈൽ നോക്കി കുറച്ച് തടിച്ചിട്ടുള്ളത് ജോത്സ്ന. ഞാൻ ബോഡി ഷേവിംഗ് ചെയ്യാറില്ല. ഇല്ല അതൊന്നും വിഷയമില്ല, എനിക്ക് കിട്ടാത്ത ഒന്നുമില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നിടത്തല്ലേ നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോ വിഷമം തോന്നെങ്കിൽ അതൊരു ഇതല്ലല്ലോ. ഏതല്ലല്ലോ അതല്ലല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആയിട്ടുള്ള കാര്യം വേണ്ട പറഞ്ഞു. അർത്ഥം ഇല്ല എനിക്കത് ഡീകോഡ് ചെയ്തെടുക്കേണ്ടി വരും. ഐ കോണ്ടാക്ട്. ഓക്കെ, ഈ ബമ്പർ സീരിയൽ വന്നതിന് ശേഷം ഓഫ് കോഴ്സ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ? ബമ്പർ സീരിയൽ മുന്നേയും ശേഷവും ഒരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും ശരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? പറയട്ടെ, ബമ്പർ സീരിയൽ മുന്നേയും ശേഷം ഈ ആളുകളുടെ സ്നേഹം, ഞങ്ങളിപ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഇവിടേക്ക് ഷോയ്ക്ക് വരുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിന്നോ ഈ പറഞ്ഞ പോലെ മരണ വീട്ടിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്ന് എവിടെ നിന്ന് കണ്ടാലും ആളുകളുടെ സ്നേഹം അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ബമ്പർ സീരിയൽ വന്നതിന് ശേഷം. പിന്നെ അനുഭവിക്കില്ലേ സ്നേഹം നമ്മള്? അങ്ങനെ പറയാൻ പറ്റും. കാരണം നമ്മളെ കാണുമ്പം ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ആണുങ്ങളല്ല പെണ്ണുങ്ങള്. അത് പറഞ്ഞ എന്നിട്ട് എന്റെ കൂടെ അനിയൻ വന്നപ്പോ പറയാ, ഓ എങ്ങനെയെങ്കിലും ബമ്പർ സീരിയൽ സ്കിറ്റ് ചെയ്യണം ഉമ്മ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അവരുടെ അത് പ്രേക്ഷകരുടെ സ്നേഹം തന്നെയാണ് ഞങ്ങൾ ആദ്യം പറയാ. ബമ്പർ സീരിയൽ വരുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറും ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റും ആണ്. ഞങ്ങൾ രണ്ടാളും ആ ഫീൽഡായിട്ട് അങ്ങനെ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ ഈ സാധനങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഞങ്ങളെ ലൈഫ് മാറി ഇതിനകത്ത് തോന്നുന്നത്. ഇപ്പം നമുക്ക് എവിടെ ഇറങ്ങിയാലും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ പേരെടുത്തിട്ട് ആളുകൾ വിളിക്കുക, ദൃശ്യ ഇങ്ങനെ വിളിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്. ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം. കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, കാരണം ഇവർക്കൊക്കെ ഭയങ്കര കാര്യം, ഭയങ്കര സ്നേഹം മോളെ മക്കളെ. അപ്പോൾ നമുക്ക് വെച്ചാൽ അതിലും വലിയ സന്തോഷം ഒന്നും വേറെ കിട്ടാല്ലേ. അതായത് ഒരു 10 പേരിൽ ഒരു 2 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയാന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഈ ഷോയിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ 2 വീട്ടിനൊക്കെ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് കുറേ പേർക്ക് അത് ഇൻസ്പിറേഷൻ ആയിട്ട് അവരെല്ലാം ഞങ്ങളോട് പറയണ്ടത് നിങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കും വരാൻ തോന്നാറുണ്ട്. ഒരുപാട് പേര് വീട്ടമ്മമാർ വന്നു നിങ്ങളെ സ്കിറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിൽ ചെയ്യാൻ വന്നത്. ഈ പ്രോഗ്രാമിൽ തന്നെ വന്ന ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സന്തോഷമല്ലേ. നമുക്ക് അത്ര ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചോ കാര്യമല്ല. ആഗ്രഹിക്കാത്തത് കിട്ടുമ്പോൾ ഞങ്ങൾക്കത് വലിയ വലിയ സൂപ്പർ. അപ്പൊ ഞാൻ ഇത് നല്ലൊരു കാണട്ടെ. ഞാൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വന്ന് GK ഒന്നുമില്ല, അതെനിക്കും അറിയില്ലല്ലോ. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിതൊരു ഫണ്ണാക്കണം, നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചിരുന്ന് അടിച്ച് പൊളിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആക്കണം എന്നുള്ളത്. അത് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതിനകത്ത് സെഗ്മെന്റ്സ് ഇങ്ങനെ കുത്തിഞ്ഞിരിക്കിയിട്ടുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് ക്യാമറ ക്ലോസ് ചെയ്തിട്ട് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെഗ്മെന്റിന്റെ പേര് ഞാനൊരു വികാര ജീവിയാണ്. ഞാനല്ല, സെഗ്മെന്റിന്റെ പേരാണ്. ഓക്കെ, അതായത് ഞാനൊരു ചെറിയൊരു ഡയലോഗ്, ഒരു ഒറ്റ സെന്റൻസ് വരുന്നൊരു ഡയലോഗ് പറയും. ഈ ഡയലോഗ് ചില ഭാവങ്ങളിൽ നിങ്ങളിവിടെ അഭിനയിച്ച് കാണിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകണം നമ്മൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പ്രോപ്പർട്ടി എടുക്കുകയാണ്. ഞങ്ങൾക്ക് ബമ്പർ അടിച്ചപ്പോ കോൺഫിഡൻസ് കിട്ടുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഓർപ്പിക്കില്ലേ. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി. ഓക്കെ,
രണ്ടുപേർക്കും 2 ലോട്ട് എടുക്കാം. 1 by 1. ആദ്യം ആർക്ക് തുടങ്ങാം? ചേച്ചി പറയട്ടെ. പെട്ടെന്ന് ചേച്ചി നിൽക്കേ. ഇവളങ്ങനെ എന്നെ ചേച്ചിയാക്കും. എന്റെ മോൻ ഇവിടെ ആന്റി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആന്റി എന്ന് വിളിക്കും. 4 ആളായിരുന്നു ആന്റി എന്നൊക്കെ വിളിക്കും ഇവള്. അല്ല ഞാൻ ശരിക്കും എന്താ വിളിക്കണ്ടേ? എനിക്ക് ഫോൺ പേര് വിളിച്ചാ മതി. പേര് വിളിക്കുമ്പോ ചിലര് താഴ്ന്നു പറയും, എടാ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നു ചോദിക്കും. ചേച്ചി കളവനാണെന്ന് തോന്നുന്നു, പിന്നെ ചേച്ചി വിളിച്ചു. അല്ല അത് നമ്മൾ വിളിക്കുന്നതിലല്ലോ റെസ്പെക്ട് ഒന്നും കാണിക്കണ്ടേ. നീ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ, ഒത്തിരി വിളിക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഡയലോഗ് ഭയങ്കര സിമ്പിൾ ആണ്. ഉണ്ണിയമ്മേ കുമ്പിടി വന്നു. ഞാനിതെടുത്തിട്ട് വേഗം അങ്ങ് പറഞ്ഞു പോട്ടെ. ഓക്കെ, അപ്പൊ ഉണ്ണിയമ്മയെ കുമ്പിടി വന്നു ജഗതി ചേട്ടൻ പറയുന്ന ആ ഡയലോഗാണ്. നമുക്ക് ആദ്യത്തെ ലോട്ട് എടുക്കാം. ചേച്ചി തന്നെ എടുത്തോളൂ. അനീതി പറഞ്ഞല്ലേ ചേച്ചി. അപ്പൊ നീയും എന്നെ അമ്മേതേതാ ഇങ്ങനെ മറ്റേ പറഞ്ഞേ വെറുപ്പ് അറപ്പ് ഇച്ചിച്ചി ആ സാധനം ഉച്ച ഇച്ചിച്ചി ഇവിടെ കാണുമ്പോഴേക്ക് വന്നോളൂ. അപ്പൊ അങ്ങോട്ടേക്ക് പറഞ്ഞോ. ഉണ്ണിയമ്മേ കുമ്പിടി വന്നു. തരക്കേടില്ല. അതിലിടണ്ടല്ലോ. തമ്പുരാനെ 4 എടുത്ത്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം വരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ അത്? പഠിച്ചോനെ കരച്ചില്ല. ഞാൻ കുമ്പിടി മരിച്ചുപോയി എന്നൊക്കെ പറയും. തിരിച്ചിടണോ? ഇതന്നെ പറയണം. ഭയങ്കര ചെറുതായി പോയി ഡയലോഗ്. അങ്ങനെയാണെങ്കിൽ വേറെ ഡയലോഗ് ഞാൻ പറയട്ടെ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലക്കെട്ടി വിടല്ലേ. ഹാസ്യാണ് കേട്ടോ. ഹാസ്യം നിങ്ങക്ക് ഭയങ്കര എളുപ്പല്ലേ, നിങ്ങൾ ചെയ്യുന്നതല്ലേ? അല്ല എന്തേനി ഹാസ്യം എന്നൊക്കെ. എന്തേനി ഹാസ്യം നോക്ക്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, അത് ശരിയുള്ള കാര്യമില്ല. എനിക്കൊരു പൊതുവെ ഒരു സ്ഥായി ഭാവം. അവള് പറയും വലിയ ഭാവമില്ലാത്ത ആളാ ഞാൻ. സ്വതവേ ഉള്ള ഭാവം എന്ന് പറയുന്നത് പുച്ചാണ്, ജാടാന്നറിയാം. എന്നെ കുറെ ജാടുണ്ട്. അതെന്താ ഞാൻ ഞാൻ ഉദ്ദേശിക്കും തന്നെ വരുന്നേ. ഇവൻ കൊറേ ഞാനൊരു സാധനം ഉദ്ദേശിച്ചിട്ടുണ്ട്. വന്നോ അത്? അത് വന്നോ? ശൃംഗാരം. അതാണ് ഉദ്ദേശിച്ചത്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളാ. അതെ, ഒരു കാര്യം പറയട്ടെ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കല്ലേ. നമ്മളത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഭവമായിരുന്നു. എല്ലാം അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സ്കിറ്റിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ബേസിക്കലി പ്രിപ്പയർ ചെയ്യുക? അതിന്റെ പ്രിപ്പറേഷൻസ്, ഈ പരിപാടികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ? നമ്മൾ ആദ്യം ഒരു സ്കിറ്റ് ചെയ്യാൻ നമുക്കൊരു കണ്ടന്റ് വേണം. അത് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കണ്ടന്റ് പറയുമ്പോൾ വെറൈറ്റി വേണം. പിന്നെ നമ്മൾ ചെയ്ത റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. പിന്നെ ആ കണ്ടന്റിൽ വർക്ക് ചെയ്താൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവും. ചിലത് ഇങ്ങനെ ഇടിച്ചു നിൽക്കും. ചില കണ്ടന്റ് നമ്മൾ വലിയ കാര്യത്തിൽ തുടങ്ങിയാലും ഒരു ഭാഗത്തേക്ക് നീങ്ങൂല, അങ്ങോട്ട് ഇവിടെ. അപ്പൊ നമുക്കത് മാറ്റി ഇതാക്കേണ്ടി വരും. അപ്പൊ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ ക്യാരക്ടർ ആരാ ചെയ്യുന്നുള്ള അടുത്ത് തീരുമാനിക്കും. കണ്ടന്റ് ആണ് ആദ്യം. ഈ കണ്ടന്റ് ഒക്കെ കിട്ടി, നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രൂമേഴ്സിന്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. എപ്പോഴെങ്കിലും ഇതെല്ലാം പോയി എലമെന്റ്സ് ഇതെല്ലാം ചെയ്ത് ശരിയായിട്ടും അവസാനം കയ്യിന്ന് പോയല്ലോ എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പൊ പറയാൻ പറ്റുന്ന പെട്ടെന്ന് കയ്യിന്ന് പോയെന്ന് വെച്ചാൽ കണ്ടന്റുകൾ മാറ്റിയ സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മള് സ്കിറ്റ് നാളെ ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് 8 മിനിറ്റ് 9 മിനിറ്റോളം നമ്മൾ സ്കിറ്റ് പറഞ്ഞ സത്യമാണ്. കാരണം തലേന്നാകുമ്പോൾ ചിലപ്പോൾ സാറിന് അത് വർക്കായ സാറിനാണല്ലോ അറിയുന്നത്, നമ്മുടെ ഡയറക്ടർ സാറിനാണല്ലോ അറിയുന്നത് എങ്ങനെയായിരിക്കും ഔട്ട് പോവുക. സാറ് പറയും ഇത് വേണ്ട, നിങ്ങൾ പെട്ടെന്ന് വേറെ ഒന്ന് പിടിച്ചോന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നിരിക്കും. ഞങ്ങൾ അതിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈശ്വര എന്ന് പറഞ്ഞിട്ട് കൂടി മാറ്റിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു സ്കിറ്റ് റെഡിയാക്കുക, അത് പിറ്റേന്നത്തേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ചെറിയ കാര്യമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ ചിലത് കയ്യിൽ നിന്ന് പോകുന്ന
ആരും അറിയാതെ ഞങ്ങൾ മാനേജ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഇവള് പറഞ്ഞു. അതെ, അത് അത്യാവശ്യം എല്ലാവരും കേട്ടു. എന്തുകൊണ്ടാണ് അത് നമ്മളൊരു നല്ല സ്കിറ്റ് ആയിരുന്നു. ഒരു പോലീസ് ഇവളുടെ വീട്ടിലേക്ക് മറ്റേ ഇതിന്റെ തെളിവെടുപ്പിന് വേണ്ടി വരുന്ന ഒരു സാധനത്തിൽ നമ്മളെ മറ്റേ തരുന്ന ഡയലോഗ് അല്ല, അത് ഒന്നിലേം ഡയലോഗല്ല. നിങ്ങൾ എഴുതി ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി പണി തരാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് ഇതൊക്കെ എനിക്കാ തരാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. നേരെ അത് പകുതി പറഞ്ഞു, കയ്യിൽ നിന്ന് പോയി ചിരിയോട് ചിരിയായിരുന്നു. ഞാൻ പഠിച്ചു വെച്ചു, കാരണം ഞാൻ തെറ്റിക്കുന്നു. തെറ്റാണെങ്കിൽ പറഞ്ഞു അത് പറഞ്ഞു, അത് അതേപോലെ ഇട്ടു സ്കിറ്റില്. അതാ ചിലത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ കട്ട് ചെയ്തു, അതേപോലെ തന്നെ ഇട്ട് അതേപോലെ. പിന്നെ ഇതില് മാരാരോ തെരുവ് നാടകത്തിന്റെ ഒരു സാധനം ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ ഒരു സാധനം എനിക്ക് അതേപോലെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. അങ്ങനത്തെ ഒരു ഡയലോഗ് എനിക്ക് ഇങ്ങനെ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ. അപ്പൊ ഞാനിങ്ങനെ പാസ് ചെയ്ത് ഇവളങ്ങനെ പോണം. പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ എന്തായിരുന്നു? പക്ഷെ അത് പുറമെ കാണുമ്പോ അറിയില്ല, ജഡ്ജസിന് കിട്ടും, ഇന്നേർ ഉള്ളതുകൊണ്ട് കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങൾ ഇന്നൊന്ന് കയ്യിൽ നിന്ന് പോയല്ലോ, ഇന്നേ അടുത്ത ഡയലോഗ് പറഞ്ഞു പോവുക മേലോട്ട്. അപ്പൊ ഞാൻ ഈ വലിയ വർത്താനം പറയാൻ ഇങ്ങനെ ഒരു സാധനം അത് പക്ഷെ ചിലപ്പോ ആർക്കും മനസ്സിലാവൂല. അപ്പൊ കയ്യിൽ നിന്ന് പോകുന്ന കേസ് അങ്ങനെ ഇംപ്രവൈസേഷൻ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ നമ്മൾ ആ കാണികളുടെയോ അല്ലെങ്കിൽ ജഡ്ജസിന്റെ ഒക്കെ മൂഡ് അറിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഇടും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡൗട്ടും ഇല്ല, ഇവളെന്തായി പറഞ്ഞു പോകുന്നത്, ഇവിടെ ഞാൻ എന്തോ പറയേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു സാധനം, അങ്ങനത്തെ ഒരു സാധനം ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. ഇപ്പം ഇനി ഇവള് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ചിലപ്പോ ഞങ്ങൾ ആ കണക്ഷൻ കൊണ്ടാവണം. അപ്പം ഞാൻ എന്താ നോക്കിയാലും ഇവക്ക് മനസ്സിലാവും എന്തിനാ. ചെറിയൊരു സാധനം എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇട്ടാലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതാക്കിയാലോ കുഴപ്പമില്ല. അധികം പറയണതിനോട് നമുക്ക് സീനില്ല, മറന്നു പോകുമ്പോഴേ നമുക്ക് വിഷയമുള്ളൂ. ഒരു വക്കീലിന്റെയും ഇവള് വക്കീലായിട്ട് തേങ്ങടാൻ വരുന്ന സ്കിറ്റില് ഇവള് പറയുന്നുണ്ട്, ഞാൻ എന്റെ കാല് പിടിക്കട്ടെ. അതൊക്കെ അപ്പട്ടതാ, ഞാൻ എന്റെ കാല് പിടിക്കട്ടെ. ഇപ്പോഴോ ഞാൻ എന്റെ കാല് കഴുകി വെള്ളം കുടിക്കും, ഇപ്പോഴല്ല പിന്നെ. നമ്മളങ്ങനെ സംസാരിച്ചു പോയിരുന്നു. ഇത്രയും നാള് നിങ്ങൾ ഈ ബമ്പർ ചിരിയിൽ ചെയ്ത, അതായത് ഒരുപാട് ഗെസ്റ്റ് ഒക്കെ വരുമല്ലോ, ഇടയ്ക്ക് ഗെസ്റ്റ് ഒക്കെ വരും, നിങ്ങൾക്ക് അതിനുള്ള കമന്റ്സ് കിട്ടും. മെമ്മറബിൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കമന്റ്, അതായത് ഇന്ന ഒരാൾ എൻ്റെ അടുത്ത് ഈ പറഞ്ഞൊരു കമന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ? നമ്മൾ ജയറാമേട്ടന്റെ കൂടെ, ജയറാമേട്ടുള്ള സമയത്ത് സ്കിറ്റ് വെച്ച് ഡാൻസ് ചെയ്തു. പിന്നെ ശങ്കർ സാർ വന്ന സമയത്ത് അത് അത്യാവശ്യം നല്ല, അത് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. സ്കിറ്റ് കഴിഞ്ഞ് അതിന്റെ മേക്കപ്പും കോസ്റ്റ്യൂമും മാറി അടുത്ത കോസ്റ്റ്യൂം ചെയ്ത് ഒരു മണിക്കൂറേ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. ഒരു 10 മിനിറ്റോളം ഒരു ഇൻട്രോ ആണ്, പക്ഷെ ഒരു സ്കിറ്റ് പോലെ തന്നെ പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര നല്ല കമന്റ്സ് ആയിരുന്നു. പുള്ളിയും അത് എൻജോയ് ചെയ്തു. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു, മഞ്ജു ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരെനിക്ക് സംസാരിക്കണം, നീ ഉള്ളപ്പോ വിളിക്കുന്നു പറഞ്ഞു. ഒരു ദിവസം വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ് കണ്ണൂരാണ് ഞങ്ങളെ വീടെന്ന് വിചാരിച്ചിട്ടേ. പുള്ളി അവിടെ ഒരു ഷൂട്ടിന് പോയപ്പോൾ എനിക്ക് അവരെ വീട്ടിലൊന്ന് പോയാൽ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. മഞ്ജു ചേച്ചി പറഞ്ഞു അയ്യോ അവര് കോഴിക്കോടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പുള്ളി മഞ്ജു ചേച്ചി പിന്നെ വന്ന് വീഡിയോ കോൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെയൊക്കെ നമ്മളൊക്കെ എങ്ങനെ കാണുന്ന ആൾക്കാരാ അത്. അംബികാമ്മ വിളിച്ചു ഞങ്ങളെ ഒരു ബോക്സിംഗ് ഈ ഗോൾഡൻ ബസറിന്റെ സ്കിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിൽക്കുക. അപ്പൊ നമ്പർ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് വിളിച്ച് രണ്ടുപേരെയും വിളിച്ചു. നമ്മളെ വിശ്വസിക്കില്ലല്ലോ, ആദ്യം പറ്റിക്കാനാന്ന് വെച്ച്. ഞാൻ രാജാവിന്റെ മകനിലൊക്കെ ചെയ്ത, അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ. പിന്നെ ഒരു തമിഴ് ഷോയാണല്ലോ മലയാളത്തിന്. അപ്പൊ പിന്നെ സംസാരിച്ച പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ഫ്രണ്ട്സ് ഉണ്ട്. അതൊക്കെയാണ് സന്തോഷം. അപ്പൊ എന്നാണെന്നല്ല അവരൊക്കെ പറയുന്നത് ഇങ്ങനെ കമന്റ്സ്. സണ്ണി വെയിൻ മഞ്ജു ചേച്ചിന്റെ അടുത്ത് അപ്പോൾ അടുത്ത സെഗ്മെന്റിന് വേണ്ടിയിട്ട് ഈ 2 പ്രോപ്പർട്ടീസ് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തരാൻ പോവാണ്. ഇതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തോ. ഞാൻ പറയാം, സ്ലോ മോഷനിൽ വെക്കാം, നമുക്ക് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേര് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ റൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ്, നല്ല പൊങ്ങച്ചുള്ള ആർട്ടിസ്റ്റ് ആണ്. സംഭവം സിനിമയിൽ എതിരെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഡയറക്ടർ, പാവപ്പെട്ട ഒരു ഡയറക്ടർ അലിൻഷ തരുവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ റെഡി? സ്ലോ മോഷനിലെ ഗ്ലാസ്സിന് വെച്ച് മ്യൂസിക് ഇട്. അതവിടെ ഇടും, അത് എന്റെ എഡിറ്റർ ഇടും. മാം ഹായ് മാം. ഹായ് മാം. ആക്ച്വലി ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളാണ് മാമിന്റെ നമ്പർ തന്നത്. ആക്ച്വലി എന്നാണോ പേര്? അല്ല, എന്റെ പേര് അലിൻഷ. എന്തിനാ ഇങ്ങനത്തെ ഊള തമാശകൾ പറയുന്നത്? തമാശകൾ ഫണ്ണായിരിക്കണം, അവർക്ക് കേൾക്കുന്നവർക്ക് തോന്നുമ്പോഴാണ് തമാശയാവുന്നത്. ഇയാളെന്താടോ ചേച്ചിയോ? അല്ല പ്രായം കണ്ടപ്പോ
മുഖം കണ്ട പ്രായം പറയും. അപ്പൊ ആന്റിന്ന് വിളിക്കേണ്ടി വരും ഇവിടെ കേട്ടോ. സോറി എന്റെ പേരിൽ പെട്ടെന്ന് കഥ പറയൂ, പറഞ്ഞിട്ട് പോകണം. കഥ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ചേച്ചിയുടെയും അനിയത്തിയുടെയും കഥയാണ്. അപ്പൊ ഞാൻ അനിയത്തിയാവാം. അത് നിങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്താൽ കാരണം എന്നെ ചേച്ചിയാക്കണേ ഒരുപാട് മേക്കപ്പ് ചെയ്യേണ്ടി വരും മോനെ. അനിയത്തിയാവുമ്പോ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ മുത്തശ്ശി എന്ന ചേച്ചിയിലേക്കുള്ള ഒരു അന്തരം വളരെ വലുതാണല്ലോ. അപ്പം ഞാൻ അനിയത്തി ആവുന്നതിൽ ഇയാൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല നമുക്കത് അവ പറയട്ടെ. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് അലിൻ. അലിൻ. അവൻ പറയട്ടെ അത്. അല്ല നമുക്കത് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് നമുക്ക് മെല്ലെ ഡിസൈഡ് ചെയ്യാം. നമുക്ക് നമ്മളെ സമയമുണ്ട്. പോലെയുള്ള ആർട്ടിസ്റ്റിന് അങ്ങനെ സ്ക്രീൻ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടെന്നാണോ താൻ പറയുന്നത്? നമ്മളെ എത്ര സിനിമയിൽ അഭിനയിച്ചു? നീ ആക്ച്വലി എന്റെ സിനിമയുടെ ലിസ്റ്റ് എടുത്തായിരുന്നോ? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. അതാണ് അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാ കാണാത്ത. ഓ മാം ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൾ അഭിനയിച്ച പടങ്ങളൊന്നും അല്ല ഇതറങ്ങും മാം. അപ്പൊ ഞാൻ കഥ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഒരു ചേച്ചിയും അനിയത്തിയും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ഓക്കെ, ഞാനൊന്ന് ചെറുതായിട്ട് ഇടപെടട്ടെ. ഈ ഗ്രാമീണം എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കൊരു സ്വിറ്റ്സർലാൻഡ് ഒക്കെ പിടിച്ചാലോ? കാരണം അവിടെ ഞാൻ പോയിട്ടില്ല. ബാക്കിയെല്ലാവർക്കും പോയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കണ്ടിന്യൂ. ഓക്കെ, അപ്പോ ഇതില് ചേച്ചിയുടെ ക്യാരക്ടറിനായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് വരിക. അല്ല ഞാൻ ചേച്ചി ചെയ്യാന്ന് താൻ പറഞ്ഞല്ലോ. നീ കുറച്ചുമ്പോ പറഞ്ഞല്ലോ ഈ മുത്തശ്ശിയുടെ ഇതിൽ എനിക്ക് മേക്കപ്പ് ചെയ്തതിനെ കുറിച്ച് സമയം എടുക്കും. ഞാൻ ആയിക്കോളാം ചേച്ചി, വിഷയമില്ല. അപ്പൊ അനിയത്തി ഇപ്പൊ വേണ്ട, നമുക്ക് ചേച്ചി ആയാൽ മതി. രണ്ടുപേരും ചേച്ചിയാക്കാൻ പറ്റുമോ? ചേച്ചി അമ്മ ഇരട്ട കുട്ടികൾ എന്നുള്ള ഒരു ലെവലില് അതൊരു മാതിരി പരട്ട ഇതായിപ്പോ സെറ്റ് സ്ക്രിപ്റ്റ് പരട്ട അങ്ങനെ. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് സീൻസ് പക്ഷേ അനിയത്തിക്ക് കുറച്ച് കൂടുതലായിരിക്കും. എന്താ പറഞ്ഞു? നമ്പർ ഓഫ് സീൻസ് അനിയത്തിക്ക് കുറച്ച് കൂടുതലായിരിക്കും. നമ്പർ പറയേണ്ടത് അപ്പൊ കണക്കുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് ഇവൾക്കാണ് അറിയുന്നത്. ഇവൾ എന്നാലും അത് ചെയ്യട്ടെ കേട്ടോ. അത് എങ്ങനെയാണെന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ ഫൈൻ. ഇതില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ഒരു അതായത് അധികം ഫ്രഷ് ആയിട്ട് നമ്മള് അതായത് സിനിമയിൽ ബിഗ് സ്ക്രീനിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രഷ് ഫേസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലോട്ട് വന്നത്. കാരണം മിനി സ്ക്രീനിലൂടെയുള്ള നിങ്ങളെ കൂടുതൽ ആൾക്കാർ അറിയാം. കണ്ടിട്ടില്ലാത്ത ഫേസ് അല്ല നമ്മള് വന്നിട്ടില്ല. അല്ല നിങ്ങൾ സിംഗിൾ റിലീസ് ആവുന്നല്ലേ ഉള്ളൂ മാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ മാം പ്ലീസ്. ഓക്കെ, അതായത് ചേച്ചിയുടെ പേരായിട്ട് വരുന്ന ഫഹദ് ഫാസിലായിരിക്കും. അപ്പൊ നമുക്ക് ചേച്ചി ഫിക്സ് ചെയ്യാം. എന്തുകൊണ്ട് ഫിക്സ് ചെയ്തൂടാ? ചെറിയൊരു വിഷയം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ഫഫ എന്നെ കണ്ടു കഴിയാണെങ്കിൽ ഫിഫ കാണാൻ പോവാ നമ്മള്. ഫുട്ബോൾ തുടങ്ങാൻ നീ അത് കണ്ടിരിക്കുക. ഞാൻ ഫഹദ് ഫാസിന്റെ കാര്യം സംസാരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാ വിളിക്കുന്നത് വീട്ടിൽ. നമ്മൾ കോൾ ചെയ്യുമ്പോ കഥ വിളിക്കുന്നത്. അനിയത്തിയുടെ പേര് മമ്മൂക്കയാണ്. എന്ത് വേണേലും ആയിക്കോട്ടെ. ഞാൻ എന്താ ഓക്കേക്ക് കുഴപ്പം? നീ ഫിഫ കാണുകയോ എന്ത് വേണേലും ചെയ്യും. ഭയങ്കര ബന്ധമാണല്ലോ. ആക്ച്വലി മമ്മൂക്ക ഒരു എന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം മിസ്സായി പോയതാ എനിക്ക് ആ കോള്. എങ്ങനെ മിസ്സായി പോയത്? അത് മിസ്ഡ് കോൾ ആയിരുന്നു. അതങ്ങനെ മിസ്സായി. കുറച്ച് കൂടുന്നുണ്ട്. മമ്മൂക്ക ഡേറ്റ് തന്നായിരുന്നോ? മമ്മൂക്ക ഡേറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഡേറ്റാ തന്നത്? മമ്മൂക്ക ആക്ച്വലി അടുത്ത മാസം 15ന് ശേഷമുള്ള ഡേറ്റ്. അപ്പൊ മാം സെറ്റ് ആണ്. ഓക്കെ, ഇതിൽ ആക്ച്വലി നമുക്ക് മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സീൻ ഉണ്ട് മാം. മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സീൻ ഉണ്ട് മാം. ഓക്കെ, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ മരിച്ച് അച്ഛന്റെ ബോഡി ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അച്ഛന്റെ ബോഡി കണ്ട് ഇങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ നിങ്ങളുടെ കാമുകന്മാർ രണ്ടുപേരും ദുബായിൽ നിന്ന് ഒരുമിച്ച് വരികയാണ്. ഒരാൾക്ക് രണ്ട് കാമുകന്മാർ അല്ല, ഒരാളുടെ കാമുകൻ മമ്മൂക്ക, ഒരാളുടെ കാമുകൻ ഫഫ. കുട്ടി ഇവിടേക്ക് മമ്മൂക്ക അവന്റെ കൈ മാറിപ്പോയതാണ്. സോറി മാം, കൈ മാറിപ്പോയത്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പ്ലിറ്റ് ഓഫ് ഇമോഷൻസ് വരണം. അച്ഛനെ കണ്ട് കരയുമ്പോൾ ആ കാമുകനെ കാണുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരുമിച്ച് വരണം. അപ്പൊ ഞാനിപ്പോ ആ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി അല്ലേ മാം? കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റാൻ പറ്റും മാം പ്ലീസ്? ടഫായിട്ടുള്ളൊരു സാധനം അല്ല ഇത്. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ദൃശ്യ മാമിന്റെ നമുക്ക് ഒന്ന് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അച്ഛൻ ഓക്കെ, ഞാൻ പറയുന്നതിനനുസരിച്ച് മാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ മാം, റെഡി ആണോ? ഉണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നാച്ചുറൽ ആക്ടർ അല്ലേ, മെത്തഡ് ആക്ടർ അല്ലേ നിങ്ങൾ? അത് നീ മെത്തേഡ് ആക്ടർ അതല്ല ഇവിടെ ചോദിച്ചത്. ഇവിടെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അതെ അതെ, ഇവിടെ ഇങ്ങനെയൊക്കെ പറയും. മാം ബോഡി കണ്ട് നിലവിളിച്ച് മാം കരയാണ്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കാണ്. ഞാൻ ഇപ്പോഴേ കരഞ്ഞോളൂ മാം. കുറച്ചുകൂടെ ഇമോഷൻസ് വരട്ടെ മാം.
ഇമോഷൻസ് നല്ല വിതുമ്പി കരയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള അച്ഛന്റെ മരണം. ഫഹദ് ഫാസിൽ ഇതാണ് മുന്നിൽ നിൽക്കുന്നത്. എന്റെ ബേസിക് യൂണിവേഴ്സ് ഞാൻ ഇപ്പൊ കയറിയാലേ. ഓക്കെ ബാക്ക് ടു ദ ക്യാരക്ടർ. ഓക്കെ ഇനി ജോത്സ്ന മാം ചെയ്യാണ് ആ ക്യാരക്ടർ. വേണമെങ്കിൽ കണ്ണട വെച്ചോളൂ, കാരണം കണ്ണിലൊന്നും വരാൻ പോകുന്നില്ല. കണ്ണട വെച്ചോളൂ. ഇല്ല, കണ്ണിലൊന്നും വരാൻ പോകുന്നില്ല. അതാ ഞാൻ താൻ കാണും ഞാൻ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ മാം. അപ്പൊ മാം റെഡി അല്ലേ? ഓക്കെ ആക്ഷൻ. അച്ഛൻ മരിച്ചു കിടക്കുന്നു. മാം എക്സ്പ്രഷൻ വരട്ടെ. കുറച്ചുകൂടെ മാം. കണ്ണിന്ന് വെള്ളം വരട്ടെ മാം. ഓക്കെ മമ്മൂക്ക മുന്നിൽ നിൽക്കുന്നു. വശീകരിക്കാനല്ല, എന്റെ കാമുകനെ കാണുമ്പോ എനിക്ക് അങ്ങനത്തെ ഫീലാ വരുന്നത്. വല്ലാത്തൊരു കാമുകനല്ലേ ഗൈസ്, പ്ലീസ് വലിയൊരു കൈയ്യടി. ഇങ്ങനെയുള്ള കളികൾക്കൊക്കെ സെറ്റാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിക്കോളും. സൂപ്പർ. അപ്പൊ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇട്ടാലും കയ്യിൽ നിന്ന് പോയാലും നിങ്ങൾ അവിടെ കിടന്ന് മെഴുകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ അവിടെ ഓൺ ദ സ്പോട്ട് മെഴുകുന്നത് അവിടെ കിടന്ന് അല്ലെ? ഇതാണ് നിങ്ങളുടെ പരിപാടി. വലിയ കഴിവുള്ള ആൾക്കാർ എന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇവളൊരു കഴിവേറിയ. കണ്ടില്ലേ, ഇവിടെ വായിന്ന് ഇങ്ങനത്തെ സംസാരം മാത്രമേ വരുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ ഈ ഷൂട്ട് ഇല്ലാത്തപ്പോ, അതായത് ഇപ്പൊ നമ്മളൊരു ഷൂട്ടിലിരിക്കുകയാണ്, നിങ്ങൾ ബമ്പർശ്ശേരിയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് സ്കിറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതല്ലാത്ത സമയത്ത് നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കും? പരദൂഷണൊക്കെ പറയാം. പിന്നല്ലാതെ പരദൂഷണം സംസാരിക്കുന്ന വേറെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാനിത് ഇപ്പൊ ഇന്ന് നടന്ന സംഭവം ഞാൻ അറിയാം അടുത്ത മാസാ. കാരണം ഇവള് മറന്നു. ഇവള് ഇന്നെ തന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് മറന്നു പോകും. എന്നെ കൊണ്ട് ശശിയുടെ പീടിയെ പോവാ, ഇവള് ഒറ്റയ്ക്ക് ഇറങ്ങി പോവാ. ഞാൻ അറിഞ്ഞത് ഇവള് മറന്നു. ഞാൻ ഭയങ്കര മറന്നിട്ടുണ്ടല്ലോ. ഇന്നലെ സ്ക്രിപ്റ്റ് എഴുതി ബുക്ക് വെച്ച് മറന്നുപോയി. അത് പോട്ടെ, അത് തപ്പി നടന്ന് ആ സ്റ്റുഡിയോ മൊത്തം. ഇവള് എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരു ഇന്നലെ സുതിമോളൊരു നമ്മുടെ ഒരു ഫ്രണ്ട്, ഇവൾക്ക് ബസ് കയറിയപ്പം ഇവക്ക് പൈസ നോക്കുമ്പോ ചില്ലറല്ല കയ്യില്. ചില്ലറ ഗൂഗിൾ പേയിൽ കുറച്ച് പൈസ ഉണ്ടെന്നത് അവൾ അയച്ചു പോയി. അപ്പൊ ബസ് കുറച്ച് ലോങ് ആയതൊക്കെ കുറച്ച് 30 രൂപ എന്താണ് ചോദിച്ചുള്ളൂ. അപ്പൊ ഇവക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അവർക്ക് ടെൻഷൻ ആയപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ട് സ്റ്റുഡിയോയിലൊക്കെയാ വരുന്നത്. വേഗം ഇവളെ വിളിച്ച്, എടി ഒരു 30 രൂപ പെട്ടെന്ന് ഇട്ട് കടി. അപ്പോൾ 30 ഞാൻ 50 ഇട്ട് തരൂലേ, എന്നാ പെട്ടെന്ന് എടുത്താ വണ്ടി ബസ്സിലായിരിക്കുന്ന. ഇപ്പൊ ഗൂഗിൾ പേ പരിപാടി ഉണ്ടല്ലോ. ഓക്കെ ഈ പുള്ളിക്കാരി 10 മിനിറ്റ് കഴിയുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് ഇപ്പൊ ഇവള് മറന്നു. എനിക്കിത് ഇപ്പോഴൊന്നും ഓർമ്മയില്ല. ഇന്ന് രാവിലെ അവളെ ഞാൻ ഇന്നലെ ഞാൻ അയച്ചില്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ സാധനം ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ. അത് അവളെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ അത് അവളായതുകൊണ്ട് അത് 10 അല്ല എന്റെ മനസ്സിലായി. ഇനിയിപ്പോ എന്താ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോണ് കട്ട് ചെയ്തൊന്നും അടുത്ത എന്തോ റീലാന്ന് തോന്നുന്നു കണ്ടത്. അതില് സ്ക്രോൾ ചെയ്ത് ഭയങ്കര മറവിയാ. കഴിച്ചോണ്ടിരുന്നിട്ട് പോയിട്ടുണ്ട് അറിയോ. നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ കോള് വന്ന് പോയിട്ടുണ്ട്. പിന്നെ വന്നിട്ടില്ല കഴിക്കാൻ, മറന്നുപോയി. ഞാൻ നേരെ തിരിച്ചുവാ. ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കൂ. ഞാൻ ഇവിടെ അടുത്ത് പറയാൻ വേണ്ടി ഒക്കെ ഓർത്ത് വെക്കേ. ഇവിടെ എന്നിട്ട് ഞാനത് ഇവളോട് എടി ഇങ്ങനെ സംഭവം ഞാൻ പറയാൻ മറന്നല്ല, ഞാൻ നേരത്തെ നോക്കണമെന്ന്. അതാണ്. ഇനി നമുക്ക് ബമ്പർശ്ശേരിയുടെ ലൊക്കേഷൻ, അവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, അവിടെ ആക്ച്വലി ബമ്പർശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള, കൺവിൻസ് ചെയ്യാൻ, ചിരിപ്പിക്കാൻ ടഫായിട്ടുള്ള ജഡ്ജ് ആരായിരിക്കും? എനിക്കറിയാം ഉത്തരം. ചിരിപ്പിക്കാൻ പാടുള്ള ഒരു ജഡ്ജ് ആരായിരിക്കും? ഇപ്പൊ ആണെങ്കിൽ നസീർക്കായിരിക്കും. പക്ഷെ 3 പേരിൽ വെച്ചിട്ട് പക്ഷെ ചിരിക്കൂല എന്നല്ല കേട്ടോ. പക്ഷെ ഇവരെ 3 ചിരിപ്പിക്കാൻ പാടാ. മഞ്ജു ചേച്ചി എന്ന് പറയുന്നത് ചിലപ്പം ചെറിയ കാര്യങ്ങൾക്ക് ചിരിക്കും. പക്ഷെ ബിബിൻ ചേട്ടൻ എന്താ പ്രശ്നം അറിയോ? ബിബിൻ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ്. സ്ക്രിപ്റ്റ് എഴുതി സിനിമയിൽ വന്ന ആളാ. കോമഡി സ്കിറ്റുകൾ കളിച്ച ആളാ. എന്ത് റൂട്ടാണെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നാൽ പുള്ളി ഗസ് ചെയ്യും, ഇത് ഇന്നതാണല്ലോ, ഇത് ഇന്നതാണല്ലോ. പുള്ളി ഇതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ ആലോചിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ആളെ ചിന്തയിൽ നിന്നും അതിൽ നിന്നും വേറെ ഇതാക്കണ്ടേ പുള്ളി. സ്കിറ്റ് കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളി അതിന്റെ സാധ്യതകളെ പറ്റി ചിന്തിച്ചളയും. അപ്പൊ അങ്ങനത്തെ ആളുകൾ ചിരിപ്പിക്കാനാണ് കുറച്ച് ടഫ്. അപ്പൊ നസീർക്ക് എനിക്ക് നസീർ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ജഡ്ജ് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചി പൊതുവെ പെട്ടെന്ന് ചില കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കാർത്തിക് സൂര്യയുമായിട്ടുള്ള ഒരു റാപ്പോ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്
എന്താണ് മിക്കവാറും ഒക്കെ ആ പാവ മനുഷ്യനുണ്ടല്ലോ നിങ്ങൾ കയറി വരുമ്പോഴത്തന്നെ താറ്റി അവിടെ അടിച്ചു എന്നിട്ടാണ് നിങ്ങൾ അകത്തോട്ട് കയറി വരിക. ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ വർഷനെ കണ്ടപ്പോ വൈഫ് വർഷ പറഞ്ഞിട്ടുള്ളൂ നമ്മളെന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഇവളെടുത്ത് ചെന്ന് പറയും. അവൻ ഫ്ലോറിൽ ഇരിക്കുമ്പോ വർഷ താഴെ ഇരിക്കുകയാണ്, ഞങ്ങള് വർഷേന്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് വെറുതെ ചെവിയിൽ പറയുന്നവരെ കാണിക്കാം. അപ്പൊ അവന് ടെൻഷൻ ആവും, ഞങ്ങൾ എന്തോ പറഞ്ഞു കൊടുക്കുകയാണോ. ആള് ഭയങ്കര പാവാ. ഞങ്ങളിപ്പോ 4-5 ഏറ്റവും കൂടുതൽ മഞ്ജുചേച്ചിനെ ഇവനെയാ കണ്ടിട്ടുള്ളത്. കാരണം അവരാണ് മാറാതെ നിന്നിട്ടുള്ളത്. അന്ന് എങ്ങനെയാണോ കാർത്തി നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെടുത്തുനിന്ന് മാത്രമല്ല ഏത് കണ്ടസ്റ്റൻസ് വന്നാലും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരെയും ഭയങ്കര സഹായമാണ്, എല്ലാം ആണ്. നല്ല ഒരു ആളാണ്. അതുപോലെ തന്നെയാണ് വർഷയും. കാർത്തി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇന്നിപ്പോ ഞങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞു. മഞ്ജു പിള്ളൈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആട്ടോ. ഈ മഞ്ജു എനിക്ക് തോന്നുന്നു മഞ്ജു പേരുള്ള എല്ലാരും മലയാളത്തിൽ ഭയങ്കര കിടലാണ്. മഞ്ജു പത്രോസ് ആയിക്കോട്ടെ, മഞ്ജു ലൈൻ്റെ പേര് മഞ്ജു എന്നായിരുന്നോ? എത്തിയില്ല അങ്ങോട്ട്. ഓക്കെ ഓക്കെ, മഞ്ജു പിള്ളൈ മഞ്ജു ചേച്ചിയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ബന്ധം. മഞ്ജു ചേച്ചി ഇപ്പോഴും ഞങ്ങളിപ്പോ ഷൂട്ട് കഴിഞ്ഞ മഞ്ജു ചേച്ചിന്റെ പാത്രത്തിന്റെ കൈയിട്ടിട്ട് ചിപ്സ് കഴിച്ചിട്ട് വന്നിട്ടുള്ളൂ. ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ചേച്ചി അല്ലെങ്കിൽ അമ്മ. ശരിക്കും അങ്ങനെ ഞങ്ങൾ ശരിക്കും അമ്മ എന്ന് വിളിക്കാതെ എന്താന്ന് പറയാം, മഞ്ജു ചേച്ചി കേൾക്കാതെ കൂടി ഞങ്ങൾ പറയണം അമ്മ എന്ന് വിളിക്കാന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇനി അതൊരു പ്രായമായിട്ട് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിക്കാത്ത. പക്ഷെ നമുക്ക് ഉള്ളില് അങ്ങനെയാ മഞ്ജുമാന്ന് വിളിക്കുന്ന ആളുണ്ട്. ഞങ്ങൾ ചേച്ചി എന്നാ വിളിക്കെങ്കിൽ കൂടെ നമുക്ക് അങ്ങനെ നമുക്ക് ചിലപ്പം ഒരു സ്കിറ്റ് എന്തെങ്കിലും കുറച്ച് താന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അമ്മമാരെ പോലെ എന്നുവെച്ചാൽ നമ്മൾ അമ്മമാര് കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുന്ന സമയത്ത് അതിനെ മോശമാക്കാതെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ, അതുപോലെ അത് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ ചെറിയാന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. പിന്നെ നല്ല മഞ്ജുച്ചി അത്ര ആസ്വദിച്ച് കഴിഞ്ഞാൽ മഞ്ജുച്ചൊക്കെ തരും. അപ്പൊ അതൊക്കെ കിടന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ ഓക്കെ. ഈ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ബമ്പറൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി എത്ര ബമ്പർ അടിച്ചിട്ടുണ്ടാവും ആക്ച്വലി? ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഇപ്പൊ 47ാമത്തെ സ്കിറ്റാ ചെയ്യുന്നത്. മറ്റു സ്കിറ്റുകളല്ലാതെ ഞങ്ങൾ മാത്രമായിട്ട്. നിങ്ങളുടെ പേര്? അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-6-15 ഒരു ഗോൾഡൻ ബസർ, ബാക്കിയെല്ലാം ബമ്പർ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ ഈ ബമ്പർ പ്രൈസ്, അതായത് ബമ്പർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിട്ട് ഒരു ക്യാഷ് എടുത്ത് തരുമല്ലോ, അത് ആക്ച്വലി റിയൽ ക്യാഷ് ആണോ അതോ റിയൽ ക്യാഷ് നിങ്ങൾക്ക് പിന്നെ തരുവാണോ ചെയ്യുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിന്റെ മനസ്സിലാക്കി കൂടാ. ഇത്രയും വലിയൊരു ഷോ ഇത്രയും വലിയ സ്ഥലത്ത് 8 കണക്കിന് പൈസ കൊണ്ടുപോയി വെക്കുകയല്ലേ. ഞാൻ ഇവളത് പറയട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് അതല്ലാതെ എല്ലാ ഷോയിലും കാണുന്ന പോലെ അല്ലാത്ത സംഭവമാണ്. അക്കൗണ്ടിലേക്ക് പൈസ അത് കറക്റ്റ് ആയിട്ട് വരും. അല്ലാതെ നല്ലതാ. കുറേ പേർക്ക് സംശയമാണ്. പിന്നെ ചിലർക്ക് ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ സംശയങ്ങൾ. പേയ്മെന്റ് കിട്ടാണ്ട് ഞങ്ങളിപ്പോ 4-5 വർഷം ഞങ്ങളിപ്പോ പേയ്മെന്റ് ഇടാതെ അവിടെ നിൽക്കുവോ? ഇല്ലല്ലോ. ഇല്ല, ഞങ്ങൾക്കായിട്ട് പ്രത്യേക പേയ്മെന്റും അല്ല, എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത്. ടാക്സ് കുറഞ്ഞു എന്റർടൈൻമെന്റ് അപ്പൊ തരുന്നത് എന്തായാലും റിയൽ ക്യാഷ് അല്ല, പിന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ക്ലാരിഫൈ ചെയ്തു. ഓക്കെ, ഈ നമ്മുടെ ബമ്പർ സീരിയൽ വന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ റിയാക്ഷൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ തരും, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതിലെനിക്ക് വലിയ ഇതില്ല കേട്ടോ, ആരാന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മള് സീക്രട്ട് ആയിട്ട് നാവിന് വീണ് പോയത്. ഉണ്ടാവാറുണ്ട്. അപ്പൊ എടുത്തു പറയാനായിട്ട് അതുപോലെ ഒരു ഇൻസിഡന്റ്, നിങ്ങളുടെ കണ്ണ് നനയിച്ച ഒരു ഇൻസിഡന്റ്. ഓട്ടിസം ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു മോള് ചിന്നുകുട്ടി. അവക്ക് ഞങ്ങളെ സ്കിറ്റ് കണ്ട ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ അത് എപ്പിസോഡിൽ എവിടെയെങ്കിലും? ആ കുട്ടിക്ക് അങ്ങനെ ഞങ്ങളെ സ്കിറ്റ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഒരു സ്കിറ്റ് തന്നെ കുറേ പ്രാവശ്യം കാണുന്നു. അങ്ങനെ അവര് വേറൊരാളെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളടുത്തൊരു വിഷ് വീഡിയോ പോലെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ചിന്നുകുട്ടി. പിന്നെ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ. എന്നിട്ട് അവർ വീഡിയോ അയച്ചു തന്നിരുന്നു നമുക്ക്. അത് കണ്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷം വെച്ചാൽ ഞാൻ ഭയങ്കര നമ്മള് കാരണം ഒരാൾക്കൊരു കുറഞ്ഞ സമയത്തൊരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പൊക്കെ ഭയങ്കര മനസ്സ് നിറഞ്ഞിട്ടുള്ള. പിന്നെ ഈ വീട്ടമ്മമാര് പറയാറുണ്ട് ഞങ്ങളെ സ്ട്രെസ് റിലീഫായിട്ട് ഇങ്ങനെ, അതായത് ടെൻഷനുള്ള സമയത്ത് നിങ്ങളെ സ്കിറ്റ് എടുത്ത് കാണും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി കിട്ടും, നമുക്കൊരു സന്തോഷം. ഓക്കെ, അടുത്ത സെഗ്മെന്റിൽ ഞാൻ നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താണത്? മനസ്സിലായില്ലോ, പറഞ്ഞു തരുന്നു. കുട്ടി ക്യാമറയിൽ വരുന്ന സാധനം എന്താ
അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി മറ്റേത് ഓക്കെ, അതായത് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നിങ്ങൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാൻ ചോദ്യം എനിക്ക് ഊഹിക്കാം. അതൊന്നും ഏകദേശം ഊഹിക്കുന്ന ചോദ്യങ്ങളൊന്നും നമുക്കറിയാൻ പറഞ്ഞോ. ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ ആദ്യം ദൃശ്യയുടെ ബർത്ത്ഡേ ജോൾസിനെ പറയട്ടെ. December 11. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കൈരി. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് ജോൾസിയുടെ ബർത്ത്ഡേ ജൂണിലാണോ? എല്ലാം ഓർത്തിരിക്കുന്ന എല്ലാം മറക്കാനും ഓർത്തിരിക്കുന്ന ദൃശ്യ. 22 അല്ല 24 അല്ല 25. നമ്മളവിടെ എത്തി. പക്ഷെ പണി തരും. ബർത്ത്ഡേ ആണെന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ പണി തരാൻ ഇൻട്രസ്റ്റ് ആണ്. എന്താ ഒരു പണി, കൊടുത്തൊരു പണി എന്താ? ഇനി കിടക്കുന്നടാ ഫോണിൽ ഇഷ്ടം പോലെ കിടക്കുന്നു. ട്രെയിനകത്ത് സാധനങ്ങൾ ഉറങ്ങ, ട്രെയിൻ എങ്ങനെ അങ്ങ് പോവടാ, അങ്ങനത്തെ കൊറേ വീഡിയോസ്. എന്റെ ഒരു മിസ്റ്റേക്ക്, ഞാനതൊന്നും എടുത്തു വെക്കൂല. ഇവർക്ക് അനങ്ങിയ ഒന്നും ഫോട്ടോ എടുത്ത് വെക്കുക, വീഡിയോ എടുത്ത് വെക്കുക. ഇവർക്ക് നല്ല, പിന്നെ ഞങ്ങളെ ഫ്രണ്ട് ഉണ്ട് ശിവപ്രസാദ്, ഇവർക്ക് എന്റെ ഫോണിലുള്ളതിനേക്കാളും ഫോട്ടോ അവരെ ഫോണിലുള്ള എന്റേത് പുറത്ത് കാണിക്കാൻ കൊള്ളാം. സ്പെഷ്യൽ സ്കിറ്റിനകത്ത് ഒരു സാധനം ചെയ്തായിരുന്നു, അത് നമ്മൾ സ്റ്റിക്കറാക്കാൻ വെച്ചിട്ടുണ്ട്. വരും വരും വരും. അത് ഓണത്തിലേക്ക് വെച്ചാണ്, ഇപ്പൊ പിറന്നാൾ വരുന്നോണ്ട് അതിന് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. ദൃശ്യനെ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ഏറ്റവും വലിയൊരു പോസിറ്റീവ്, ഏറ്റവും വലിയൊരു നെഗറ്റീവ് അതെന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഭയങ്കര പോസിറ്റീവാണ് അവള്. അതാണ് അത് സത്യം. കാരണം ഈ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി സംസാരിക്കുക, അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല. അത് ഇവിടെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രമേ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൂ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അപ്പൊ എനിക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് കുറെയൊക്കെ ആ പോസിറ്റീവ് പൊയ്ക്കോളൂ. പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവക്ക് ഭയങ്കര പിണക്കം ആണ്. ഞാൻ ചിലപ്പോ വേറെ ആരുടെ അടുത്തൊക്കെ സംസാരിച്ച് കുറച്ചു നേരം ഇരുന്ന അപ്പൊ പിണങ്ങും. ഭയങ്കര അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചിലപ്പോ ഒരു കാര്യം അറിഞ്ഞു വന്നിട്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കണ്ടാവും, ചിലപ്പോൾ ശിവ ഇരിക്കണ്ടാവില്ല, വേറെ ആരും ഇരിക്കണ്ടാവും. ചിലപ്പോൾ ശിവേന്റെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞ അവള് പിണങ്ങും, അല്ലെങ്കിൽ അഖേഷിന്റെ അടുത്തൊക്കെ ആദ്യം എന്തേ പറഞ്ഞിട്ട് പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ പിണങ്ങും. അങ്ങനത്തെ ഒക്കെ ഒരു പിണക്കത്തിന്റെ ആളവള്, ഭയങ്കര പിണക്കാ. ഈ ഇന്റർവേർട്ടിന്റെ സാധനം എനിക്ക് എപ്പോഴും മനസ്സിലായെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ ഫസ്റ്റ് ദൃശ്യനെ കോണ്ടാക്ട് ചെയ്യുന്നത്, അപ്പൊ എന്റെ മനസ്സിൽ എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ കുറെ ദൃശ്യയോട് അങ്ങ് സംസാരിച്ചു, ഡേറ്റും ടൈമും ഒക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഈ ദൃശ്യയുടെ അടുത്ത് ഇനി എല്ലാം പോയി പറഞ്ഞിട്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്നേ ഇനി എന്തെങ്കിലും വിചാരിക്കൂ എന്ന് പറഞ്ഞൊരു സാധനം എന്റെ മനസ്സിൽ വന്നല്ലോ. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് എന്താ വിളിക്കേണ്ടെന്ന് അറിയത്തില്ല സിസ് എന്ന് വിളിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ ദൃശ്യം ഓൾറെഡി ഈ ഡേറ്റും ടൈമും പറയും, നമ്മൾ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചെന്തെങ്കിലും അല്ല, ഞാൻ അങ്ങനെയാ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് പൊതുവെ അങ്ങനത്തെ ഇവിടെ എനിക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞതിന്റെ പകുതി കാര്യം ഞാൻ കേൾക്കൂല. ഇനി എന്നെ സഹായിച്ചത് ആദ്യം എനിക്ക് ഇവിടെ തന്നെ അയക്കാൻ തോന്നിയത്. ഓക്കെ, തിരിച്ച് പോസിറ്റീവ് നെഗറ്റീവ്. തിരിച്ചെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം ബമ്പർശ്ശേരിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 പേരുടെ കൂടെ, 4-5 ജസ്റ്റ് സ്ഥിരമായി വേറൊരു പേരുടെ കൂടെ ആയിരുന്നു. പിന്നെ അവരാരും മോശമല്ല കേട്ടോ, അവരൊക്കെ ഞങ്ങൾ അത്രയും കാലം കൂടെ നിന്നിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഞാൻ എപ്പോഴും സ്മരണയോടുകൂടി ഓർക്കുന്നു, നല്ല സ്മരണയോടുകൂടി അതെ സ്മരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് വന്ന ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളോട് അച്ഛാ ചില ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലെങ്കിലും, ബട്ട് എന്നിരുന്നാലും നമുക്കൊരു സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മളെ സ്കിറ്റുകൾ ഇത്രയും ഇതായി പോണെങ്കിലും ഒരാൾ താഴ്ന്നു പോയാലും സാധനം താഴ്ന്നു പോകും. ഒരാൾ കട്ടയ്ക്ക് നിൽക്കണം. അതെപ്പോഴും ഒരാളെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ ഏത് സ്കിറ്റാണെങ്കിലും മുന്നോട്ടേക്ക് പോവുള്ളൂ. അവള് കളിക്കട്ടെ എന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആ ഒരു സ്കിറ്റിന് ഒരു ചെറിയ സാധനമാണെങ്കിലും ചെറിയ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് സ്കിറ്റ് ചെയ്യാൻ ഭയങ്കര, അപ്പൊ എനിക്കതൊരു വലിയ കാര്യമാണ്. സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറങ്ങും, പിടിച്ച് ഞാൻ ചാരി വെച്ച് ഉറങ്ങിപ്പോവും. എന്നിട്ട് ഇവളിങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയാണ് വിഷയം. മറവി ഭയങ്കര മറവിയാണ് വിഷയമാണ്. ചില സാധനങ്ങൾ പറയില്ല ഇവള്. പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത് എല്ലാം എല്ലാം ആക്കുന്ന ഒരാളാ. പിന്നെ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട, എനിക്ക് കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറെ പേര്. എല്ലാവരും പണി തന്നപ്പോൾ ഞാൻ എല്ലാവരെയും അങ്ങ് ഒഴിവാക്കി. പിന്നെ ഞാൻ ചൂസ് ചെയ്യാൻ കുറെ എന്താ പറയാ, കുറച്ച്
ശ്രദ്ധിച്ചിട്ട് ഞാൻ എടുക്കും. എനിക്ക് ശിവപ്രസാദ് ഉണ്ട് ബമ്പർച്ചിയിൽ. ശിവയാണ് 5 വർഷമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അതിന് ശേഷമാണ് ഇവള് വരുന്നത്. അപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒരു ഗ്യാപ്പ് ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ഫ്രണ്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ അടുത്തു പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവളെ അടുത്തുന്നുണ്ടാവും. ഇവൾ എന്നോട് ഇത് പറയണം, അല്ലെങ്കിൽ ഞാൻ ഇവളെ കാണുന്ന പോലെ ആയിരിക്കണം ഇവൾ എന്നെ കാണുന്നത്. ഞാൻ ഇവളോട് ഇത് പറയുന്നുണ്ട്, ഇവൾ എന്നോട് ഇത് പറയണം. പക്ഷെ ഇവള് പല കാര്യങ്ങളും പറയില്ല. പക്ഷെ ഇവളത് സിമ്പിൾ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഞാനത് വലുതായിട്ടാണ് കാണുന്നത്. ഏറ്റവും വലിയ പ്രശ്നം അത് എനിക്ക് അങ്ങനെ കെയർ ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. സത്യം ഇവള് ചില സമയത്ത് ഇവള് സ്വന്തം കാര്യം മാത്രം നോക്കിയൊക്കെ പോകുന്നു. അതെനിക്കത് അറിഞ്ഞൂടാ. ഞാൻ നേരെ തിരിച്ചും അവൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഞാൻ മൈൻഡ് ഔട്ട് ആയിരിക്കും. പല സമയങ്ങളിലും ഞാൻ മൈൻഡ് ഔട്ട് ആയിരിക്കും. റിലേ ഇല്ല. കാരണം ഒരാൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ഞാൻ എന്തോ ഇന്നലെ ഫോൺ നോക്കി ഇറങ്ങി വരുമ്പോ നമ്മളെ ചക്കര ഷിബു അവിടെ നിന്ന് ഇങ്ങനെ എന്തോ വിളിച്ച് ചോദിച്ചു. ഞാനിത് കേട്ട്, പക്ഷെ ഞാൻ മൈൻഡ് ഔട്ടാ. 3-4 അടി നടന്ന് തിരിഞ്ഞു നോക്കി, എടാ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ചിരുന്ന് എനിക്ക് അങ്ങനെ മൈൻഡ് ഔട്ടിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ കൊറേ ശീലായി. ആദ്യം ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. ഞാൻ ഇപ്പൊ ശിവന്റെ അടുത്ത് പോയി പറയും. അടുത്തത് ദൃശ്യന്റെ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡോ? ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനം കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നത്, അതായത് ഇവക്ക് അതല്ല, ഇവക്ക് ഓരോ ടൈമിൽ ഓരോ സാധനം കഴിക്കാൻ തോന്നുക. രാത്രി അധികം ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക, പക്ഷെ കുറെ കഴിക്കൂല. ചില സമയത്ത് ചോറും പൊതിച്ചോറിനോട് ഇവക്ക് ഭയങ്കര ആർത്തിയാ. ചില സമയത്ത് മോമോസ്, അതാണ് ഇവിടെ ഫേവറേറ്റ് സാധനം. എന്നിട്ട് മറ്റേ ഭയങ്കര എരിവുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കി എന്നിട്ട് നമ്മളെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചുള്ള വയറ് മൊത്തം കേൾക്കുന്ന എന്തായിരുന്നു ഷെസ്വാൻ മോമോസ്. അപ്പൊ ഞങ്ങളെ കൂടെ ഉള്ളതൊക്കെ ഇതാ കഴിച്ചിട്ടില്ല ഇവള്. അപ്പൊ ഇവള് പറഞ്ഞു മോമോസ് ഓർഡർ ചെയ്യാം. അപ്പൊ മറ്റവള് മാമൂസ്. അന്നത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ടാ. അപ്പൊ മറ്റവള് പറയാ എന്നാ മാമൂസ്. അപ്പൊ അതിന് പേര് പോലും അറിയില്ല. അതിന് മാമൂസ് പറഞ്ഞ് ഈ ഷെസ്വാൻ ഓർഡർ ചെയ്തു. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല അത് സാധനം. ഞാനൊരു കഷ്ണം മാത്രം കഴിച്ചിട്ട് അവിടെ വെച്ച്. ഇവരെ വാങ്ങിച്ചതല്ലേ, ഇവള് എരിവ് കഴിക്കും. അവര് കഴിച്ചിട്ട് പിറ്റേന്ന് വയറൊക്കെ ഇളക്കി അവരുടെ സ്വീറ്റ്സ്, ഐസ്ക്രീം അനങ്ങി ഐസ്ക്രീം എടുത്ത് വാങ്ങിച്ചു കഴിക്കും. ഞാൻ ഇപ്പൊ തന്നെ വരുമ്പോ ഓവർ വിളിച്ചപ്പോ നേരെ ശശിയുടെ കടന്ന് 2 കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. ഞങ്ങളുടെ പകുതി പൈസ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക്. ഇതുവരെയും നമ്മൾ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ദൃശ്യാണ്. ഓക്കെ, അടുത്തത് ബർത്ത്ഡേ കറക്റ്റ് പറഞ്ഞില്ല അവള്. ജൂൺ പിടിച്ചില്ലേ? ഞാൻ December 11 ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞു. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, സെറ്റാക്കാം നമുക്ക്. ഇനി 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. ദൃശ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഇത് ഇടാനാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇല്ല. എല്ലാ കോസ്റ്റ്യൂമും ചേരുകയും ചെയ്യും. തിരിച്ചാണെങ്കിലും സെയിം തന്നെ. ഞങ്ങൾ രണ്ടുപേരും എല്ലാ കോസ്റ്റ്യൂമും ഇടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ ഇടും, അല്ലെങ്കിൽ ചുരിദാർ ഇടും, എല്ലാ സാരി ഉടുക്കും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനത് ചോദിക്കണോന്ന് വിചാരിച്ചു. ഈ വേഷം കിട്ടുന്ന പരിപാടികളെല്ലാം വന്ന് വീഴുന്ന ജോൾസിനെ അതെന്താണെന്നറിയോ? സാധനം ഇല്ലല്ലോ. ആണെങ്കിലും എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളിടയിൽ ഞാനല്ല, പക്ഷെ ഇവിടെ ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ പറയണം, കാരണം ഞാൻ കാണണല്ലോ. അല്ല, ഇവരുടെ ഇടയിൽ ഞാനല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ നാണോമാനം ഇല്ല. അതായത് ഇന്നിപ്പം ഇവര് പറഞ്ഞിട്ടേ ഉള്ളൂ ജഡ്ജസ്, ഡാൻസ് അങ്ങനത്തെ ചില, അതായത് ബോഡി വെച്ചിട്ട് ഇത് ചെയ്യാൻ ഞാൻ. ഡയലോഗ്സിൽ ഇവളാണ്,
ലീഡ് ചെയ്യാ. എന്റെ ശരീരം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കോമഡികൾ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും ഇന്ന സ്കിറ്റ് ആകുമ്പോൾ ഒരാൾ ഒരു ടൈപ്പ് ആയിരിക്കും, ഒരാൾ ഒരു ടൈപ്പ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഡയലോഗ്സ് കണ്ടത് എനിക്ക് തരും, ഈ ബോഡി ആക്ഷൻ സാധനങ്ങൾ ഇവക്ക് പോകും. അവിടെയാണത് ഓക്കെ, അവിടെയാണത് സെറ്റ് എന്ന് അറിയാം നമ്മുടെ ഗ്രൂമേഴ്സിലും കാര്യങ്ങൾ. അപ്പം എന്ത് ചെയ്യും, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വേഷങ്ങള് എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ മോശമല്ല, അല്ലെ ഐ മീൻ വലിയ മോശമല്ല എന്ന് നിങ്ങൾ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഇല്ല. ഇനിയും എനിക്ക് സെഗ്മെന്റ് ഉണ്ട്. അതെ. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു മധുരം സന്തോഷത്തോടു കൂടി ഞാൻ തരികയാണ്. അപ്പൊ ഇത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. ഓ മൈ ഗോഡ്. ഓക്കെ, രണ്ടും ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല, എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ലല്ലോ. ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ബേബിക്ക് എന്താണ് കൂട്ടാൻ ചെയ്യും. പറയാൻ പറ്റുമെന്ന് പറഞ്ഞോടോ ഞങ്ങളെ സുമ്മനെ സൂക്ഷിച്ചോട്ടോ. ഫോട്ടോയില് ഫോട്ടോ ഞങ്ങൾ എങ്ങനെയാ വന്നതെന്നറിയാം. വന്നത് എങ്ങനെയാണെന്നറിയാം പൊന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ബെല്ലാൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയത്? ബേബി, ഞാനതാ സ്കിറ്റിന്റെ കാര്യം പറഞ്ഞതല്ലേ. ആ കോസ്റ്റ്യൂം മാറ്റാൻ വേണ്ടി പോയപ്പോ ശ്യാമിന്റെ അടുത്ത് ഈ കാല് വെച്ച് കൊടുത്ത് ഈ പാദസരം ഊരാൻ എന്തിന്റെ ആവശ്യം? എനിക്ക് കുനിഞ്ഞൂരാൻ പറ്റാത്തോണ്ടായിരിക്കും. ഞാൻ ചാടട്ടെ, ഞാൻ ഓട്ടോന്ന് ചാടട്ടെ. പ്ലീസ് ബേബി, പ്ലീസ്. എനിക്ക് ടെൻഷൻ, ഈ ഓട്ടോക്കാരൻ എന്ത് വിചാരിക്കുന്നുണ്ട്. ചുമ്മാ സംസാരിക്കുന്ന. ഇപ്പൊ നമ്മള് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഞാനും ആങ്കറിംഗിൽ നിൽക്കുന്ന ഒരാളാണ്. ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പ്രൊഫഷൻ. ഓക്കെ, അപ്പോ ഒരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആങ്കർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ ഒരു ലൈഫിൽ ഇപ്പൊ നമുക്ക് വേറൊരു ജോബ് ഇല്ലാതിരിക്കെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നാളെ വർക്ക് ഉണ്ടോ നമുക്കറിയില്ല, ഇന്നുള്ള സ്വീകാര്യതയും ഇന്നുള്ള ഫെയിമും അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്കുണ്ടോ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്, സ്റ്റേബിൾ അല്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ, ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ശരിക്കും മറ്റേ ഓൾറെഡി ചെയ്തിരുന്ന പണിക്ക് പോണോ അതോ ഇത് പോണോ എന്നൊരു ഡൗട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നിങ്ങൾ അത് ഓവർകം ചെയ്തത്? ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി പോണ്ട, അടുത്ത ഷെഡ്യൂൾ പോണ്ട, നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണോ, അതെങ്ങനെ പോകണം, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ നമുക്ക് കുറച്ച് വേണ്ട ഇതാവാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട നമുക്ക് പോകാൻ വേണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സിനിമ സ്വപ്നം ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ ഇവൾക്കുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഉണ്ട്, ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇവള് ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയെങ്കിലും എനിക്കൊരു 4ാം ക്ലാസ് ഒക്കെ തൊട്ടിട്ട് എൻ്റെ ഒരു ആഗ്രഹത സിനിമാ നടി ആവണം. അത് ഇവക്ക് ഞാൻ ചോദിക്കുമ്പോൾ അതില്ലായിരുന്നു. എനിക്ക് സിനിമ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടകം ചെയ്യുക, അങ്ങനെ മോണക്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഡാൻസ്, നാടോടി നൃത്തം, ഇങ്ങനത്തെ എല്ലാത്തിലും ഞാൻ സ്റ്റേജ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് വന്നപ്പോഴും അങ്ങനെ വേറെ. പക്ഷെ ഞാൻ സിനിമ എന്നുള്ള സാധനം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണുമ്പോൾ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പം ഇനിയിപ്പോ ഞാനത് ആഗ്രഹിച്ചില്ല വെച്ചിട്ട് ആരും വിളിക്കാണ്ടൊക്കെ കേട്ടോ. ഇപ്പൊ നല്ല ആഗ്രഹം. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട്. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് സെഗ്മെന്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ പേര് നിങ്ങളുടെ പേരിൽ ഞാനൊരു സെഗ്മെന്റ് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ദൃശ്യ ആൻഡ് ജ്യോത്സ്ന സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പോഴും ഇവ എന്നെ നോക്കിയിട്ട് ദൃശ്യാന്നും പറഞ്ഞ, എന്നെ നോക്കിയിട്ട് ജ്യോത്സ്നാന്നും പറഞ്ഞ് ഇത് ഞാനൊന്ന് ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്, അതായത് ആ കാര്യത്തിന്റെ ഉത്തരം ആരാണ്, അവരെ ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, സ്വയം ചൂണ്ടാം, അപ്പുറത്തിരിക്കുന്ന ആളെയും ചൂണ്ടാം. ഓക്കെ, റെഡി? ഓക്കെ, നിങ്ങളിൽ ആരാണ് വീണെടുത്ത് കിടന്ന് ഉരുളാൻ മിടുക്കി? ആ, അങ്ങനെയാണോ? ജീവിതത്തിലും അങ്ങനെയാണോ? ജീവിതത്തിലും ഒക്കെ. അതെന്തുകൊണ്ടാന്നറിയോ? ഒരു സംഭവം ഉണ്ടായാല് ഞാൻ ഇതിന്റെ നെഗറ്റീവും ആലോചിക്കും, പോസിറ്റീവും ആലോചിക്കും, ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും ശരങ്ങളും ഒക്കെ ഞാൻ ആലോചിച്ച് നോക്കും മനസ്സിലായി. കാരണം ഞാൻ ഒരു ഓവർ തിങ്കറാണ്. എന്താ പറയണ്ട, അങ്ങനത്തെ ഒരു വൃത്തിയുടെ ജന്തുവാണ്. എന്നിട്ട് ഞാൻ മനസ്സിൽ വെച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ചെയ്യാ. അപ്പൊ എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയേണ്ട സാധനം ഞാൻ എങ്ങനെയാണെങ്കിൽ എത്തിക്കും. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോണ്ട് പോകും. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആള്
ഇങ്ങനത്തെ എല്ലാം നമ്മൾ കാരണം ഉരുളണെങ്കിൽ കള്ളം പറയണ്ടേ. അതാ അത് അവിടെ കണക്ട് ചെയ്തതാ. ശരിയാ. ഓക്കെ, നിങ്ങളിൽ കൂടുതൽ ടൈം എടുത്ത് മേക്കപ്പ് ചെയ്യുന്നത് റെഡിയാകുന്നത്? അതെ, ഞാൻ സ്ലോ മോഷനാ. ഞാനിനി 8 മണിക്ക് വണ്ടി വന്ന 7:55 എണീറ്റാലും 8 മണിയാകുമ്പോ എന്റെ പരിപാടി കഴിഞ്ഞു. ഇത് 8 മണിക്ക് പക്ഷെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല. എന്നല്ലേ ഷൂട്ട് 8:15 വണ്ടി. ഞാൻ എണീറ്റ് ഞാൻ കുളിച്ച് ഞാൻ മാറ്റി ഇങ്ങനെ നിക്കുക നോക്കും. 8 മണിക്ക് എണീറ്റ് 8 മണിയല്ലേ 7:45 മിണ്ടരുത്. 7:45 ഡോർ തുറന്നു വന്നതോ. എന്നിട്ടേ കുളിക്കാൻ പോട്ടെ, നമ്മളൊരു തിരക്കുണ്ടെങ്കിൽ വേഗം കുളിച്ച് വരണ്ടേ, നീരാടുക. കുളിച്ചു വന്ന് ഞാൻ വണ്ടി വന്ന സമയപ്പോ നിക്കടി എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ ഭയങ്കര സ്ലോ ആ. നിങ്ങളിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ഇതിപ്പോ ചോദ്യം ദേഷ്യം വരും, റിയാക്ട് ചെയ്യുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചില കാര്യങ്ങൾ ഇവരെന്തിനാ എന്നോട് പറയണ വെച്ചിട്ട് ചിലപ്പോ അത് മോശം ഞാൻ തെറിയല്ല, നമ്മളിങ്ങനെ ഉറക്കൊക്കെ സംസാരിക്കും. വലിയ വർത്താനം ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകും ഞാൻ. ഓക്കെ, ഇതില് രഹസ്യം സൂക്ഷിക്കാൻ പിടിക്കാരാ? ഞാനായിരിക്കും, കാരണം ഞാൻ മറന്നു പോകില്ല. ഞാൻ പറയാറുണ്ട് കുറെ പേരൊക്കെ കാരണം ഇതുകൊണ്ടാണ്. അപ്പൊ അതവിടെ സുരക്ഷിതമാണ്. എനിക്കൊന്ന് ആ ഒരു ഒറ്റ ചോദ്യം മാത്രമാണ് ഇതൊരു ദൃശ്യമായിരുന്നു. ഓക്കെ ഫൈൻ, അങ്ങനെ ആ സെഗ്മെന്റും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നിങ്ങള് ഈ ഷൂട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, മീഡിയയിലുള്ള ആൾക്കാരാണ്, ആർട്ടിസ്റ്റുകളാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ഉണ്ട്, നിങ്ങളൊരു ഫാമിലി, ഒരു വൈഫാണ്, ഒരു അമ്മയാണ്. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഹൂ ഇസ് ദൃശ്യ ആൻഡ് ഹൂ ഇസ് ജോത്സ്ന? ഞാനൊരു പാവാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ ഉത്തരം പറയോ ആദ്യം? എന്താ ഉദ്ദേശം ആലോചിക്കേനി. അല്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും നമ്മളൊരു റിയൽ മീ ഉണ്ടാവില്ല. റിയൽ മീ ഫോണല്ല, നമ്മുടെ ഒരു സത്വം ഉണ്ടാവില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. സ്വത്വമായിരിക്കും. സത്വമല്ല, സത്വം എന്ന് പറഞ്ഞാൽ ജീവിത ഭീകര ജീവി സ്വത്വം ഇല്ല. ഇംഗ്ലീഷ് പിന്നെ ഭയങ്കര അത് ഞാൻ കേട്ടില്ല, എനിക്ക് മിസ്സായത്. എനിക്ക് ഇംഗ്ലീഷ് അറിയോ? ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാം. അത്ര വലിയ കോമഡി ആയിരുന്നു. ശരി, ശരി, അപ്പൊ നിങ്ങളാവുന്ന ഞാൻ പോട്ടെ. ഞാൻ എന്താ പറയുക, ഞാൻ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ട് എസ്തറ്റിക് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇഷ്ടമാണ് സിനിമാറ്റിക്, ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആസ്വദിക്കാൻ നോർമൽ ലൈഫിന് പുറമെ ചിലപ്പം ഞാനതൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പം ഒരു മഴ പെയ്യുമ്പം ഇറങ്ങി നടക്കാനും, അല്ലെങ്കിൽ രാത്രിയിൽ നിലാവത്ത് ഇറങ്ങി നടക്കാൻ, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ട് ആക്ച്വലി. കോഴികളാരാ നിലാവത്തിറങ്ങി കോഴി തട്ടിയില്ലേ? അത് എന്നെ പോലത്തെ ഉള്ള ഒരു ഇതാണ്, ഞങ്ങളെ കൂട്ടില്ല. അത് ഓക്കെ, നീ പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ സാധനം കിട്ടി, സെയിം സാധനം. ഇത് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, നല്ല സമാധാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം. അതാണ് നിങ്ങളുടെ ആഗ്രഹം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയല്ല. ഓക്കെ, നിങ്ങളത് വളരെ നിഷ്പ്രയാസം കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള രണ്ടുപേരാണ്. ഇത് ഞാൻ ചുമ്മാ ഇന്റർവ്യൂ കൊടുത്തിട്ട് ജെനുവിൻ ആമ്പുലുവാ പോരും പറയട്ടെ. അപ്പോ ഇങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റട്ടെ. ആൻഡ് നിങ്ങളുടെ
ആഗ്രഹം പോലെ തന്നെ സിനിമകളിലും ഒക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് നിങ്ങളെ തേടിയെത്തട്ടെ. ഞങ്ങളും അതേപോലെ തന്നെ സത്യം പറയാലോ, നമ്മളിപ്പം ഇന്ന് രാവിലെ നേരത്തെ പോയതാണ്, സ്കിറ്റ് ഷൂട്ട് കഴിഞ്ഞതാണ്, നമുക്ക് കുറച്ച് എന്താ പറയാ ഷൂട്ട് ഞങ്ങളതല്ലാത്ത കാരണത്താൽ ലേറ്റ് ആയി. ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കുറച്ച് സ്ട്രെസ് ഒക്കെ സാധനങ്ങളൊക്കെ ആയി. പക്ഷെ നമ്മൾ ഇവിടെ വന്നു, നമ്മളിപ്പോ ലേറ്റ് ആയിട്ട് ഇത്രയും ലേറ്റ് ആയെങ്കിൽ ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തു. അതിന് ഞങ്ങൾ ക്ഷമ പറയുകയാണ്. എല്ലാവരുടെ ഫേസും നല്ല എന്താ പറയാ, ഉള്ളിൽ എന്ത് തെറിയാണ് നിങ്ങൾ ഇപ്പൊ കുഴപ്പമില്ല, നല്ലതാ. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ കയറി വരുമ്പോ. ഹാപ്പി ആയി, അടിപൊളിയായി. അപ്പൊ നിനക്ക് ആദ്യം അപ്പൊ സെറ്റ് അല്ലേ? സെറ്റ് അടിപൊളി All the best. എല്ലാവരും And ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതില്. ആൻഡ് ഈ ഒരു ഷോയുടെ പേര് മില്ലേനിയം സ്റ്റാർസ് എന്നാണ്. മില്ലേനിയം സ്റ്റാർസിലെ ഫസ്റ്റ് ഗസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഉദ്ഘാടനം ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് പോകുന്നതിന് മുന്നേ എന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ഒരു ചെറിയ സമ്മാനം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരികയാണ്. സന്തോഷമുള്ള മോനെ. All the best നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു. സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റും. നല്ല രസമുണ്ടാ കാണാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതിനകത്തൊരു സാധനമുണ്ട്. എടുക്കണോ? കാർഡ് എടുത്താൽ മതി. ഇത് എപ്പോഴാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തത്? പോസ്റ്റ് ചെയ്തത് 12 മണിക്കൂർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് കുറെ ഇന്റർവ്യൂ പോയിട്ട് നമുക്ക് ആദ്യമായിട്ടാണ്. അപ്പം സന്തോഷല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ പറ്റട്ടെ. ഇനിയും ഒരുപാട് ബമ്പറൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെ വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. പുതിയ സിനിമയൊക്കെ കിട്ടിയിട്ട് പ്രൊമോഷൻ വേണ്ടി ആവട്ടെ. പൊന്നായിട്ട് Yes, of course. Okay, thank you so much. ശരി.